ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ വാർത്ത കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് എന്നുള്ളതാണ്. ദീപാദാസ് മുൻഷിയും കെ.സി. വേണുഗോപാലും ഒരുമിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ 10:30 കേരളത്തിലേക്ക് വരികയാണ്. മുമ്പ് 1995 ഇതുപോലെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പറന്നിറങ്ങിയാൽ അറക്കപ്പുറമ്പിൽ കുര്യൻ ആന്റണിയാണ്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കെ.സി. വേണുഗോപാൽ 10:30 പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനാണോ? നിയമസഭാ കക്ഷിയിൽ ദീപാദാസ് മുൻഷിക്കൊപ്പം കെ.സി. വേണുഗോപാലും പങ്കെടുക്കുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ മൊമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ കണ്ടു, ദീപാദാസ് മുൻഷിക്കൊപ്പം കേരളത്തിലേക്ക് വരുന്നു. മുഖ്യമന്ത്രി ആകാനാണോ? മുഖ്യമന്ത്രിയാകാനാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാനാണോ എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നു എന്ന അറിയിപ്പ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആ സന്ദേശം എത്തിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ ഇന്ന് 10:30 പ്രത്യേക വിമാനത്തിലാണ് കേരളത്തിലേക്ക് പുറപ്പെടുന്നത്, ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നത് എന്നാണ് ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം. ദീപാദാസ് മുൻഷിയും ആ വിമാനത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ അവസാനമായി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നേരെ ഈ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കേരളത്തിലെത്തും. വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഈ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ കെ.സി. വേണുഗോപാലും കേരളത്തിൽ ഉണ്ടാകുമെന്നത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അഭിലാഷ്, യെസ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. പക്ഷേ അത് മുഖ്യമന്ത്രിയാകാൻ ആണ് എന്ന് ഉറപ്പില്ല. രാഹുൽ ഗാന്ധി ഇന്നലെ തീരുമാനമെടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തന്റെ തീരുമാനം ഒരു സീൽഡ് കവറിൽ ദീപാദാസ് മുൻഷിക്ക് കൊടുത്തുവിടുകയും അത് CLP യോഗത്തിൽ വെച്ച് പൊട്ടിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് വാർത്ത. നമ്മളുടെ ഈ സോ കോൾഡ് ഡെമോക്രാറ്റിക് പാർട്ടി എന്തൊരു അൺഡെമോക്രാറ്റിക് ആണെന്ന് നോക്കൂ ആര്യ. ഒരു ഛത്രാധിപതി അവിടെ നിന്ന് തീരുമാനം ആ തീരുമാനം പൊളിച്ചു നോക്കാൻ പോലും MLA-മാരെ കേട്ടു, MP-മാരെ കേട്ടു, നേതാക്കളെ, ഇനി വോട്ടർമാരെ മാത്രമേ കേൾക്കാൻ ബാക്കി. ഇത്രയധികം ആൾക്കാരെ തീരുമാനം എടുക്കുന്നത് ആരാണ്? ആരെ കേട്ടാൽ എന്താണ് തീരുമാനം എടുക്കുന്നത് ആരാണ്? എല്ലാവരെയും കേട്ടതിന് ശേഷമല്ലേ തീരുമാനം? അതിൽ കാര്യമില്ല. കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ തീരുമാനം? ഒരു രാജകുമാരന്റെ വിംസ് ആൻഡ് ഫാൻസീസ് ആണ് ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ ഗ്രേറ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തീരുമാനമായി വരുന്നത് എങ്കിൽ ഇതാണോ ഡെമോക്രാറ്റിക് പ്രോസസ്? അങ്ങനെ സീൽഡ് കവറിൽ CLP യോഗത്തിൽ പൊട്ടിക്കപ്പെടാനുള്ളതാണോ തീരുമാനം? അതോ ആ MLA-മാർ കൈപൊക്കി ഞങ്ങൾ കൂടുതൽ പേർ ഈ നിയമസഭാ കക്ഷിയിലെ ഇന്നയാളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതാണോ ജനാധിപത്യം? എന്താണ് ഈ കോൺഗ്രസിൽ സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഇതുവരെയും ആയിട്ടില്ല. കെ.സി. വേണുഗോപാൽ പറന്നിറങ്ങുന്നത് മുഖ്യമന്ത്രിയാകാനാണോ എന്നുള്ളതാണ് ഈ മൊമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.